ഹലോ ഫ്രണ്ട്സ്, നമുക്ക് സ്പൈസി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു സ്വീറ്റ് കോൺ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത സ്വീറ്റ് കോൺ എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും മഞ്ഞളൊക്കെ ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് പ്ലെയിൻ ആയിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച കോൺസ് എന്ത് ചെയ്യാം, നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്കൊന്ന് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് പച്ചമുളകൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് സവാള ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കോൺസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കോൺസ് നല്ലോണം ഒന്ന് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഏകദേശം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും നല്ലോണം ഒന്ന് മിക്സായി എടുക്കണം. ഏകദേശം ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. പ്രധാനമായിട്ട് ഞാനിതിൽ ആഡ് ചെയ്ത് പെപ്പർ പൗഡറാണ്. ഇനി 1/2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അധികം ആവശ്യമുള്ളവർക്ക് അധികം ആഡ് ചെയ്യാം. ഇവിടെ കുട്ടികൾക്കൊക്കെ അധികം എരിവ് ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അധികം ആഡ് ചെയ്തിട്ടില്ല. 1/2 സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം സ്പൈസി ആയിട്ടുള്ള സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. ഈ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.